ചില ഹോട്ടലുകളിൽ 2 ഇഡ്ഡലിക്ക് ഒരു പാത്രം നിറച്ച് സാമ്പാർ കൊണ്ടുതരും. അതിൽ എത്ര മുങ്ങി തപ്പിയാലും ഒരു കഷ്ണം പോലും കിട്ടില്ല. പക്ഷെ ഒട്ടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സാമ്പാർ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയാലോ. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പ് നന്നായിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി കായപ്പൊടി, 2 ടീസ്പൂൺ നല്ല നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ല പഴുത്ത 2 തക്കാളി മുറിച്ചതും 2 ടീസ്പൂൺ ചെറിയ ജീരകവും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടമല്ലി അല്ലെങ്കിൽ മുഴുവൻ മല്ലി ഒരു 3 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാരണ മുളക്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് വെന്തുടഞ്ഞില്ലെങ്കിൽ ഉടച്ച് തന്നെ എടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളകെല്ലാം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ഇതുപോലെ അല്ലികളാക്കി ഇട്ട് കൊടുക്കണം. ഇത് ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേറെ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഈ സമയത്ത് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ സാമ്പാർ പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുമ്പോൾ പൊടിയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ടാവും. ഈ സമയത്ത് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ചുടച്ച് വെച്ച പരിപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നല്ല വെള്ളം പോലെയാണെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഉപ്പും കൂടെ ഒന്ന് നോക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും ഒരിത്തിരി കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല, നല്ല പൊന്നിയരിയുടെയോ പച്ചരി ചോറിൻ്റെയോ കൂടെ പെർഫെക്റ്റ് ആയിരിക്കും ഈ സാമ്പാർ.